ആധുനിക മാർക്കറ്റിൽ ഒരുപാട് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഉപഭോക്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പൊളിച്ചു പണിഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമൈസബിൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ വളരെയധികം കുറവാണ്. ഒരുപാട് കമ്പനികൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇറക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അനവധി പേർ അസംതൃപ്തരാണ്. ഇത് മുമ്പിൽ കണ്ടിട്ടാണ് ഷൈൻ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് വിത്ത് ബില്ലിംഗ് എന്നുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് GST കോമ്പോസിഷനായിട്ട് ഉപയോഗിക്കാം, എസ്റ്റിമേറ്റ് ആയിട്ടും ഉപയോഗിക്കാം. വളരെ വിപുലമായിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഒരുപാട് സാധ്യതയുള്ള ഒരു പാക്കേജാണ്. പ്രിൻ്റർ ഇല്ലാതെ കണക്കുകൾ അറിയാൻ വേണ്ടി മാത്രവും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു സ്റ്റോക്ക് മാനേജ്മെൻറ്റിലും നമുക്ക് ആവശ്യമുള്ളത് ഐറ്റം മാസ്റ്ററാണ്. നമുക്ക് പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ ആവശ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഐറ്റം മാസ്റ്റർ വളരെയധികം കളർഫുള്ളാണ്. ബിൽ നമ്പർ, കോഡ്, കമ്പനി, കാറ്റഗറി, ഡീലർ, പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി എന്നീ ക്രമത്തിൽ നമുക്ക് സ്റ്റോക്ക് അടിച്ചു കയറ്റാവുന്നതാണ്. പലതരത്തിലുള്ള കമ്പനി കാറ്റഗറി ഉള്ള പ്രൊഡക്റ്റുകൾ സെയിം പേരിൽ വരുന്നതായിരിക്കും. നമ്മൾ മെഡിക്കൽ കടയിൽ ബാച്ച് നമ്പർ കൊടുക്കുന്ന പോലെ ഇവിടെ പ്രൊഡക്റ്റ് കോഡ് ഓരോന്നിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് മൂലം നമുക്ക് പല കമ്പനിയുടെയും കാറ്റഗറിയിലുള്ള സെയിം നെയിമുള്ള പ്രൊഡക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ വളരെയധികം സഹായകരമാണ്. ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ ഇവിടെ കഴിയും. നമ്മൾ പുതുതായിട്ടൊരു സ്റ്റോക്ക് നമ്മൾ അടിച്ചു കയറ്റുമ്പോൾ ബിൽ നമ്പർ, കോഡ്, കമ്പനി, കാറ്റഗറി, പ്രൊഡക്റ്റ് നെയിം, പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി എന്നീ ക്രമത്തിൽ അടിച്ചു കയറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ സേവ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഇവിടെ കഴിയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ലിസ്റ്റിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലൈനിലാണോ ക്ലിക്ക് ചെയ്തത് അതിൻ്റെ ഫുൾ ഡേറ്റ മുകളിൽ വരും. ആ സമയത്ത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കമ്പനി നമുക്ക് സെർച്ച് ചെയ്യണം. ആ കമ്പനിയുടെ ആദ്യത്തെ ഒരു ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മാത്രം കീഴിലുള്ള പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യണം. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സോർട്ട് ചെയ്തെടുക്കുന്നതാണ്. ഡീലറിൻ്റെ ആദ്യത്തെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സോർട്ട് ചെയ്തെടുക്കുന്നതാണ്. പഴയതുപോലെ കാണണമെങ്കിൽ ഷോ ക്ലിക്ക് ചെയ്യാം. പിന്നെ ആ സ്ക്രീനിൻ്റെ ഏറ്റവും ഇടത്തെ അറ്റം താഴെ എത്രമാത്രം പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇൻവെൻട്രിയിലുണ്ട്, ഓരോ പ്രൊഡക്റ്റുകൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് അറിയാനായിട്ട് കഴിയും. ഇനി ബിൽ വൈസ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ അടിക്കാനായിട്ട് പറ്റും. അതിനാണ് ആദ്യത്തെ ഓപ്ഷൻ ബിൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഒരു ബിൽ നമ്പറിന് കീഴിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ട് ഏറ്റവും അവസാനം സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ടോട്ടൽ അവിടെ നമ്മൾ ടോട്ടൽ അടിച്ചിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽ നമ്പറിന് കീഴിൽ വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് അതിൻ്റെ സമ്മറിയൊക്കെ എടുത്ത് കാണാനുള്ള സാവകാശം ഉണ്ട്. ഒരിക്കൽ നമ്മളൊരു പ്രൊഡക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഇൻവെൻട്രിയിൽ വന്നിട്ട് വീണ്ടും ഇത്രയും ഡേറ്റ ഒരുമിച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി മാത്രം അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ക്വാണ്ടിറ്റി അപ്ഡേറ്റർ എന്നുള്ള ഒരു യൂട്ടിലിറ്റി അതിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കോഡ് അടിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരും. വന്നു കഴിയുമ്പോൾ എൻറ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും. അവിടെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അടിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ക്വാണ്ടിറ്റി കൂടെ ആ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 10 കൂടെ നമ്മൾ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ആവും. അപ്പോൾ ഇങ്ങനൊരു യൂട്ടിലിറ്റി നമുക്ക് അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കൽ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ രണ്ടാമത് പിന്നെയും എൻ്റർ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ക്വാണ്ടിറ്റി അപ്ഡേറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് വളരെ എളുപ്പത്തിൽ അത് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബില്ലിംഗ് വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് സിസ്റ്റത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്ക് ബിൽ നമ്പർ അടിക്കുക. ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കാണ്, ഓട്ടോമാറ്റിക് നമ്പർ ജനറേഷനാണ്. അത് കഴിഞ്ഞ് കസ്റ്റമറിൻ്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ അടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കോഡിൻ്റെ സെക്ഷനിൽ പോവുക. അപ്പോൾ നമ്മൾക്ക് ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോഡ് വെച്ചിട്ടാണ്. അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റുകൾക്കും കോഡാണ് ഉള്ളത്. അപ്പോൾ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് നെയിം ഒക്കെ തന്നെ വരുന്നതാണ്. ക്വാണ്ടിറ്റി മാത്രം അടിച്ചു കൊടുത്താൽ മതി, ബാക്കി എല്ലാ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇനി കോഡ് വേണ്ട, പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ടുള്ള ഗ്രൂപ്പിംഗ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ബില്ല് അടിക്കാവുന്നതാണ്. അങ്ങനെ ബില്ലടിച്ച് ആ ലിസ്റ്റിൻ്റെ അകത്ത് കാണുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ടോട്ടൽ പ്രൊഡക്റ്റുകൾ. അത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ലൈൻ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ആവും. ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒരേ കീ ആണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ വന്നിട്ട്
ടോട്ടൽ എമൗണ്ട് അവിടെ വന്നിട്ട് അവിടെ നിന്ന് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വരും. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് കാണാവുന്നതാണ്. അതല്ല ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ ആ പേയ്മെൻറ്റ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് വരുന്നതാണ്. അപ്പോൾ ബില്ലിംഗ് വളരെ ലളിതമാണ്. വളരെ അനായാസം ബില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഇതിനകത്ത് ബിൽ മോഡ്യൂളിനകത്ത് ഉള്ളത്. അടിച്ചു വെച്ചിരിക്കുന്ന ബില്ല് നമുക്ക് കാണാനും എഡിറ്റ് ചെയ്യാനും ഉള്ള ഒരു സാവകാശമാണ് ബിൽ എഡിറ്റർ മോഡ്യൂളിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബിൽ എഡിറ്റർ എടുത്തു കഴിയുമ്പോൾ സ്ക്രീനിൻ്റെ വലത്തെ ഭാഗത്തറ്റത്ത് ഇതുവരെ അടിച്ചിരിക്കുന്ന ബില്ല് ഒരു ബോക്സിനകത്ത് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആരോക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അടിച്ചിരിക്കുന്ന എല്ലാ ബില്ല് ഒന്നിന് പുറകെ ഒന്നായിട്ട് കാണാം. ബില്ല് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബില്ല് എഡിറ്റ് ചെയ്യാം. പുതുതായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഏറ്റവും അവസാനം സേവ് ചെയ്തിട്ട് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത ബില്ല് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ബില്ല് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബില്ല് സെലക്ട് ചെയ്തിട്ട് ആ പച്ച കളറുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബില്ല് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് കഴിയും. ഒരിക്കലും ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ബില്ല് പിന്നെ ഒരിക്കലും റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ബില്ല് വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഓഡിറ്റിങ്ങിനുള്ള ഒരു ഘടനയിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് നോക്കിയിട്ട് മാത്രമേ ബില്ല് ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടുള്ളൂ. കാരണം ഓട്ടോമാറ്റിക് ബില്ലിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള ബില്ലിൽ നമ്മൾ 4ാമത്തെ ബില്ല് കളഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ബില്ലാണ് ഏറ്റവും അവസാനം ഇരിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ബില്ലിംഗ് സിസ്റ്റത്തിൽ 6ാമത്തെ ഇതാണ് വരുന്നത്, ബിൽ നമ്പർ ആയിരിക്കും വരുന്നത്, അല്ലാണ്ട് 4ാമത്തെ ബിൽ നമ്പർ വരില്ല. ബിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിരിക്കുന്ന മോഡ്യൂളിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ സെയിൽസ് റിട്ടേണിനകത്ത് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ബില്ല് എഡിറ്റ് ചെയ്യുമ്പോൾ ഏത് ഡേറ്റിനാണ് എഡിറ്റ് ചെയ്തത്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് തിരിച്ച് ഇൻവെൻട്രിയിൽ കയറിയിരിക്കുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര, കസ്റ്റമറിൻ്റെ നെയിം ഏതാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ സെയിൽസ് റിട്ടേൺ മോഡ്യൂളിനകത്ത് കാണാവുന്നതാണ്. അത് വലിയൊരു ഫീച്ചറാണ്. കാരണം ബില്ല് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് എഡിറ്റ് ചെയ്തത്, ആരൊക്കെയാണ് ആ പ്രൊഡക്റ്റുകൾ കടയിൽ തിരിച്ച് മടക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്, അതിനനുസരിച്ച് ബില്ല് മോഡിഫൈ ആകുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു നല്ലൊരു ഫീച്ചറാണ് ഇതിനകത്ത് ഉള്ളത്. ഒരു ദിവസം വന്നിരിക്കുന്ന സെയിൽസ് ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ഡിസ്കൗണ്ട് എത്രയാണ്, ഏതൊക്കെ തരത്തിലുള്ള പേയ്മെൻ്റാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ കസ്റ്റമേഴ്സാണ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്, ഏതൊക്കെ ഡേറ്റിനാണ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് എന്നൊക്കെ അറിയാനുള്ളൊരു മോഡ്യൂളാണ് സെയിൽസ് വ്യൂവർ. ഓരോ ദിവസവും നമ്മുടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ സെയിൽസ് വ്യൂവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടായിട്ടുള്ള ദിവസത്തെ വന്നിരിക്കുന്ന ഫുൾ ട്രാൻസാക്ഷൻ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാനായിട്ട് കഴിയും. പലയിടത്തുള്ള പേയ്മെൻറ്റ് നമുക്കുണ്ടാവും. ക്യാഷ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും, ഗൂഗിൾ പേ ഉണ്ടാവും. അങ്ങനെ പലയിടത്തുള്ള പേയ്മെൻറ്റ്സ് അതിനനുസരിച്ച് ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ കഴിയും. പല കസ്റ്റമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തെടുക്കാം. ഒരു കസ്റ്റമർ എത്രമാത്രം ബില്ല് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ കഴിയും. ഡിസ്കൗണ്ട് എത്ര പേര് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. ഡിസ്കൗണ്ട് എമൗണ്ട് ടോട്ടൽ എമൗണ്ടിനകത്ത് ഡിസ്കൗണ്ട് കിഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എത്രയുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. ഡേറ്റ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി മോഡ്യൂളാണ് സെയിൽസ് വ്യൂവർ മോഡ്യൂൾ. ഡെയിലി നമ്മുടെ ബില്ലിൻ്റെ അകത്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ലെഡ്ജറിൻ്റെ അകത്തേക്ക് നമുക്ക് കയറി വരുന്ന കാണാൻ കഴിയും. ഇത് കൂടാതെ തന്നെ നമുക്ക് ലെഡ്ജറിൻ്റെ അകത്ത് ദിവസം വരുന്ന നമ്മുടെ വരവ് ചിലവ് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി, വ്യത്യസ്തമായ വ്യക്തികളുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ, നറേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻകമിൻ്റെ അടിസ്ഥാനത്തിൽ, എക്സ്പെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ നമുക്ക് എൻട്രി കൊടുക്കാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ പേയ്മെൻറ്റ് പലയിടത്തുള്ള പേയ്മെൻറ്റ് ഉണ്ട്. ക്യാഷ്, ക്രെഡിറ്റ്, ഗൂഗിൾ പേ തുടങ്ങിയ പല പേയ്മെൻറ്റിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതും ഈ പറഞ്ഞ പോലെ ബില്ലിൻ്റെ അകത്ത് വരുന്ന പോലെ ലിസ്റ്റിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻകം എക്സ്പെൻസ് വെച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയും. ഡേറ്റ് വെച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ ഇന്ന് വന്ന ട്രാൻസാക്ഷൻ എന്തൊക്കെയുണ്ടെന്നുള്ളത് പ്രത്യേകം കാണാനായിട്ട് കഴിയും. ക്യാഷ് എത്ര, ക്രെഡിറ്റ് എത്ര ഒക്കെ അറിയാനായിട്ട് കഴിയും. ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ വന്നിരിക്കുന്ന ടോട്ടൽ ഇൻകം എക്സ്പെൻസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് കാണാൻ കഴിയും. സ്ക്രീനിൻ്റെ ഇടത്തെ ഭാഗം അറ്റത്ത് പേയ്മെൻറ്റ്, ഇൻകം, എക്സ്പെൻസ് ഏതൊക്കെ കാറ്റഗറിയിലുണ്ട് അതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല നമുക്ക് ഇന്നത്തെ ട്രാൻസാക്ഷൻ, ഇതുവരെ ഉണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻ വിത്ത് ഡേറ്റ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ ഇൻകം എത്ര, അതിനകത്തുനിന്ന് ചിലവ് എത്ര, ബാക്കി ബാലൻസ് എത്ര എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ഈ ഡേ ബുക്കിനകത്ത് കാണാൻ കഴിയും. എന്താ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മുടെ ഫുള്ള് വരവ് ചെലവിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഇത്. വിറ്റുപോകുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോക്സ് സോൾഡ് എന്ന ബട്ടണിലേക്ക് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ
വിറ്റുപോയ സാധനങ്ങൾ, പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, ഡേറ്റ്, കസ്റ്റമർ എന്നീ ക്രമത്തിൽ കാണാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ ഓരോ പ്രൊഡക്റ്റ് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യാനും കസ്റ്റമറിനെ ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യാനും കസ്റ്റമർ ബൈ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനും ഓരോ ഡേറ്റിൽ ഏതൊക്കെ സാധനങ്ങൾ വിറ്റുപോയി അത് സെലക്ട് ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാൻ കഴിയും. ഷോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്തെ ഭാഗത്ത് പ്രൊഡക്റ്റ് ബൈ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ പ്രൊഡക്റ്റും ക്വാണ്ടിറ്റിയും ഗ്രൂപ്പ് ചെയ്തിട്ട് വരും. ഉദാഹരണത്തിന് ആപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് ഒരു 25 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് ഒറ്റൊരു ഹെഡിൻ്റെ കീഴിൽ അത് ഗ്രൂപ്പ് ചെയ്തിട്ട് വരും. ഏറ്റവും അവസാനം സ്ക്രീനിൻ്റെ താഴത്തെ അറ്റത്തിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഏതൊരു ബിസിനസ്സിൻ്റെയും വലിയൊരു ഭാഗം ലാഭനഷ്ട കണക്കുകളാണ്. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് മോഡ്യൂൾ എന്ന പേരിലുള്ള ഒരു മോഡ്യൂളുണ്ട്. നമുക്ക് ബിൽ വൈസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം വന്നിരിക്കുന്ന ലാഭനഷ്ട കണക്കുകൾ കാണാൻ കഴിയും. അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ബിൽ നമ്പർ, പ്രൊഡക്റ്റ് നെയിം, ഡേറ്റ്, വാങ്ങിയ വില, വിറ്റ വില, ക്വാണ്ടിറ്റി. അപ്പോൾ പർച്ചേസ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ ലാഭനഷ്ട കണക്കുകളായിട്ട് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാധാരണ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. പക്ഷേ ഇത് GST ഇല്ലാത്ത ഒരു പാക്കേജ് ആയതുകൊണ്ട് ഇവിടെ പർച്ചേസ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് ഇവിടെ ആ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരു ദിവസം നമുക്ക് വന്നിരിക്കുന്ന ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ് എന്നുള്ളത് പ്രൊഡക്റ്റ് വൈസ് ആയിട്ട് ബിൽ വൈസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു സാവകാശമുണ്ട്. ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഏതൊരു സ്ഥാപനത്തിനും വരുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ് കടം. അപ്പോൾ ഈ കടം മാനേജ് ചെയ്യുന്ന ഒരു മോഡ്യൂൾ നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബില്ല് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് പലതും ഉണ്ട്. അതിൻ്റെ അകത്ത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 2 കൺട്രോൾസ് ആക്റ്റീവ് ആവും. നമ്മൾ അഡ്വാൻസ് കൊടുക്കാനുള്ള സെക്ഷനും ബാലൻസും. അപ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ അകത്തുനിന്ന് അഡ്വാൻസ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റയായിട്ട് ക്രെഡിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. കസ്റ്റമറിൻ്റെ പേര്, ബിൽ നമ്പർ, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട്, തന്ന എമൗണ്ട്, ബാക്കി ബാലൻസ്, അതിനെ നമ്മൾ ഡേ ബുക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ക്രെഡിറ്റ് മോഡ്യൂളിനകത്ത് നമുക്ക് കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഡേ ബുക്കിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരുന്ന പേയ്മെൻറ്റ്സ് എല്ലാം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഏത് തരത്തിലുള്ള പേയ്മെൻറ്റ്സ് ആണെന്ന് അവിടുന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ കഴിയും. കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയും, ടോട്ടൽ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയും. അങ്ങനെ ഒരു കിടലിനായിട്ടുള്ളൊരു ഓപ്ഷൻ അതിൻ്റെ ഉള്ളിൽ. ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് നമ്മളിതിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിൻ കൺട്രോൾ പാനൽ, അതായത് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള കൺട്രോൾസ് മാത്രം ആക്റ്റീവ് ആവുക, മറ്റതെല്ലാം ഡിസേബിൾഡ് ആവുക. അപ്പോൾ സ്റ്റാഫ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാഫിന് കാണേണ്ട മോഡ്യൂൾസ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുള്ളൂ. അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി മോഡൽ ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിന് മാത്രം പാസ്വേഡ് യൂസർ നെയിം മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ്, മൾട്ടി യൂസർ പ്ലാറ്റ്ഫോം ഒക്കെ ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എക്സലിലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം, PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തുടങ്ങിയ എക്സ്പോർട്ടിംഗ് ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. കസ്റ്റമർ ട്രാക്കർ ഉണ്ട്. അതായത് ഏതൊക്കെ കസ്റ്റമർ ഏതൊക്കെ ബില്ല് കൊണ്ടുപോയി അതിനനുസരിച്ച് നമ്മൾ അതിനെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെക്ക് പേയ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ചെക്കുകൾ നമുക്ക് പേയ്മെൻറ്റ്സ് നോക്കാനും ഉള്ള ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മോഡ്യൂൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ആനുവൽ അപ്ഡേഷൻസ് ഇല്ല. ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സർവീസ് ചാർജുകൾ മാത്രമേ പിന്നെ വരുന്നുള്ളൂ. ഓൺലൈൻ വാട്സപ്പ്, എനിഡെസ്ക്, ടീം വ്യൂവർ, പാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പാച്ചസ് അയച്ചു തരുന്നത് കസ്റ്റമർ വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ടെലിഗ്രാമോ ടീം വ്യൂവർ വെച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ ഡയറക്റ്റായിട്ട് ആ പാച്ചസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈഫ് ലോങ് ആയിട്ടുള്ള സർവീസ് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഉപയോഗിച്ച അധികം ആളുകളുടെയും അഭിപ്രായം വളരെ അടിപൊളി അഭിപ്രായമാണ്. ബഗ് ഫ്രീ ആണ്, കംപ്ലയിൻറ്റ് ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കസ്റ്റമൈസബിൾ ബില്ലിംഗ് ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. ന്യായമായ വിലയുമാണ്. സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റും. എല്ലാ ഹോൾസെയിൽ റീറ്റെയിൽ കടകൾക്ക് പറ്റും. എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് പറ്റും. തെർമൽ പ്രിൻ്റ്, ലേസർ പ്രിൻ്റ് സപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു
ന്യായമായ ബഡ്ജറ്റിൽ കിട്ടാനുള്ള എല്ലാ ഓപ്ഷൻസും ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് ഉണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത.